ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകും നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ഏസ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ആക്സിസ് ബാങ്കിന്റെ ചില കാർഡുകളൊക്കെ ഇപ്പോൾ നമ്മൾ വഴി അതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. വെച്ചാൽ കുറേ കാർഡുകൾ ഇപ്പോൾ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊമോഷണൽ ഓഫർ നടക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ന്യൂസ് പേപ്പറും സംഭവങ്ങളൊക്കെ മനോരമ ന്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഓൾറെഡി ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് അതിന് മുമ്പേ ഒക്കെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളതാണ്. ഈ കൊല്ലം ആക്ച്വലി RBIയുടെ സൈഡിൽ നിന്ന് ഒരു ബാങ്കുകൾക്ക് നോട്ടിഫിക്കേഷൻ സംഭവിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഇഷ്യൂ ബാങ്കിനായിട്ട് ലിമിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫുൾ ചെക്കപ്പും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം പ്രൊഫൈൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം അപ്രൂവൽ ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു RBIയുടെ സൈഡിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൊല്ലം ആക്ച്വലി അപ്രൂവൽ റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് നോർമലി കിട്ടാനും പ്രയോറിറ്റി കിട്ടും. അതുപോലെ തന്നെ അപ്രൂവൽ റേറ്റ് കിട്ടാനും സാധ്യത കൂടുതലാണ് കേട്ടോ. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയാറുള്ളത്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു മനോരമ ന്യൂസിലോ മനോരമ പേപ്പറിലോ മനോരമയിലാണോ മാതൃഭൂമിയിലാണോ എന്നില്ല, അതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി വീട്ടിൽ വരുത്തണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ഏസ് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ആക്ച്വലി ജോയിൻ ഫീസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓഫർ നടക്കുന്നതാണ്. അപ്പോൾ നോ ജോയിൻ ഫീസിലാണ് നമുക്ക് ഈ കാർഡ് കിട്ടും. അതുകൊണ്ട് അതായത് നമുക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ബാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമുക്ക് അതിന്റെ ജോയിൻ ഫീസും ആനുവൽ ഫീസ് വരില്ല. അതായത് എല്ലാവരും പിന്നെ ആനുവൽ ഫീസ് എല്ലാം കൊല്ലം വരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന് തന്നെ നമുക്ക് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ 5% ക്യാഷ് ബാക്ക്, ബാക്കി എല്ലാ സ്പെൻസിനും നമുക്ക് 1.5% ക്യാഷ് ബാക്ക് ആണ് ആക്ച്വലി ഈ കാർഡിന്റെ ഒരു ഓഫർ. എൻട്രി ലെവൽ കാർഡ് തന്നെയാണ്. ഇതിന്റെ ക്യാഷ് ബാക്ക് ഡീറ്റെയിൽസ് നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. 5% ക്യാഷ് ബാക്ക് ഓൺ ബിൽ പേയ്മെന്റ് ആൻഡ് DTH ആൻഡ് മൊബൈൽ റീചാർജസ് ഓൺ ഗൂഗിൾ പേ. അതായത് ഗൂഗിൾ പേ നമ്മൾ ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ DTH റീചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ റീചാർജ് ചെയ്യുമ്പോഴും 5% ക്യാഷ് ബാക്ക്. പിന്നെ 4% ക്യാഷ് ബാക്ക് ഓൺ സ്വിഗ്ഗി, സൊമാറ്റോ, ഓല. ആ 3 നമുക്ക് 4%. ബാക്കി എല്ലാത്തിനും നമുക്ക് 1.5% ക്യാഷ് ബാക്ക് ആണ് അതർ സ്പെൻസിനും നമുക്ക് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ഇതല്ലാണ്ട് തന്നെ നമുക്ക് കോംപ്ലിമെന്ററി ലോഞ്ചസും അതുപോലെ തന്നെ ഫ്യൂൽ സർചാർജ് വേ ഓഫ് ബാക്കി എല്ലാ കാർഡുകളിലും വരുന്ന പോലെ തന്നെ ഡൈനിങ് ഡിലൈറ്റ്, അതായത് 15% ഡിസ്കൗണ്ട് ഓൺ എന്താ പറയുക നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ. അതായത് ആക്സിസ് ബാങ്കിന്റെ പാർട്ണർഷിപ്പിലുള്ള കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് ലിസ്റ്റ് വരെ ആക്സിസ് ബാങ്കിൽ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അതിൽ പോകുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഓഫർ സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആനുവൽ ഫീസിന് ഇപ്പോൾ ഫ്യൂൽ സർചാർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ 400-ന്റെയും 3000-ന്റെയും ഇടയിൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂൽ സർചാർജ് ഓഫ് കിട്ടും. പക്ഷേ GST പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ നമുക്ക് ഈ ഫ്യൂൽ അടിക്കുമ്പോൾ നോർമൽ കാർഡാണെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ് സംഭവം ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂൽ അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും ബെസ്റ്റ്. അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ SBIയുടെ BPCL കാർഡാണ്. അപ്പോൾ ഈ കാർഡുകളിലൊക്കെ ഞാൻ ലിങ്ക് നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലോഞ്ചസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 4 കോംപ്ലിമെന്ററി ലോഞ്ച് വിസിറ്റ് പെർ കലണ്ടർ ഇയർ നമുക്ക് കിട്ടുന്നുണ്ട്. ഡൊമസ്റ്റിക് ആണ്, ഇന്റർനാഷണൽ ഒന്നല്ല. അതുപോലെ തന്നെ ഡൈനിങ് ബില്ലായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു 15% ഡിസ്കൗണ്ട് സംഭവമൊക്കെ. പിന്നെ നമുക്ക് നമ്മുടെ 2500-ന്റെ മുകളിലുള്ള ട്രാൻസാക്ഷനൊക്കെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. മെയിൻലി ആൾക്കാർ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് EMI പർച്ചേസുകൾക്കാണല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് തന്നെ നമുക്ക് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ നമുക്ക് നോ കോസ്റ്റ് EMI ഓഫർ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ. അതായത് നിങ്ങളൊരു ഇപ്പോൾ ഓഫ്ലൈനിൽ പോയിട്ട് നിങ്ങളൊരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ആ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ത്രൂ തന്നെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂട്ടാ. അതല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് അപ്പം തന്നെ EMI വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല. എക്സെപ്റ്റ് ഉണ്ട് കുറച്ച്. നമ്മൾ വാലറ്റ് വാങ്ങിക്കും, ATM ക്യാഷ് എടുക്കുന്നത്, അതുപോലെ തന്നെ റെന്റ് പേയ്മെന്റ് ചെയ്യുന്നത്, ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് EMI ആയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇതിന്റെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് അറിയാം ഓൾറെഡി എൻട്രി ലെവൽ കാർഡാണ്. ഏജ് ലിമിറ്റ് ഒക്കെ വരുന്നത് 18 to 70 വയസ്സൊക്കെയാണ്. പക്ഷേ 20 എബോ ആണെങ്കിൽ ബെറ്റർ. നിങ്ങൾക്ക് അറിയാം ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഓൾറെഡി അത്യാവശ്യം റിജക്ഷൻ ഒക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് ഡോക്യുമെന്റ്സ് ആവശ്യം നോർമലി വരാറില്ല, പക്ഷെ ആവശ്യം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് പറയുന്നത് പാൻ കാർഡ് ആവശ്യമുണ്ട്. ഫോട്ടോഗ്രാഫ് ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പേ സ്ലിപ്പ് അല്ലെങ്കിൽ ഫോം 60 അല്ലെങ്കിൽ ITR ഡോക്യുമെന്റ്, ഇതൊക്കെയാണ് നോർമലി ഇൻകം ഡോക്യുമെന്റ് ആയിട്ട് ചോദിക്കുക. പിന്നെ നമുക്കൊരു ആധാർ കാർഡ് അല്ലെങ്കിൽ ഒരു പാൻ കാർഡ്, ഇത് 2 എന്തായാലും വേണം. അതുപോലെ തന്നെ ആധാർ കാർഡിൽ എന്താ പറയുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം. അതാണ് മെയിൻ സംഭവം. എന്താ വെച്ചാൽ അതെല്ലാം ഇപ്പോൾ ഓൺലൈൻ പ്രോസസ്സാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ KYC ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് അപ്രൂവൽ ആയിട്ട് നോർമലി ഒരു 5 വർക്കിംഗ് ഡേയ്സ് ഒക്കെ നോർമലി കിട്ടുക. അതിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഒരു ഇപ്പൊ മിക്ക ബാങ്കുകളുടെയും ഈ ഓൺലൈൻ സ്റ്റാറ്റസ് നോക്കുന്ന പരിപാടി വർക്കിംഗ് അല്ല കേട്ടോ. അപ്ഡേറ്റഡ് അല്ല, വർക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, അപ്ഡേറ്റഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഫുള്ളി അത് റിലയബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരും. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാർഡ് ഷിപ്പ് ആവുകയും ചെയ്യും. ഒരു 1 വീക്കിനുള്ളിൽ കാർഡ് കയ്യിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ആക്സിസ് ബാങ്കിന്റെ എന്താ പറയുക, നിങ്ങൾ 30 ദിവസത്തിനുള്ളിൽ അത് ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്ലോസ് ആവുകയും ചെയ്യും കേട്ടോ. അത് വേറെ കാര്യം. അത് കൺഫേംഡ് ആണ്. നമ്മുടെ SBIയുടെ പോലെ നിങ്ങൾ എന്താ പറയുക ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും സാധനം ആക്ടിവായിട്ട് അങ്ങനത്തെ പരിപാടി ഇല്ല. ആക്സിസിൽ ഓട്ടോമാറ്റിക്കലി 30 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവട്ടെ കാർഡ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ മറക്കണ്ട. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്താണ്. നമ്മുടെ 2 മെയിൻ ചാനൽസും ഓണത്തിൽ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്താണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GSH പോലും ഓണത്തിൽ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാം ചാനലിലും നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, പേജ് ഫോൺ അടിച്ചാൽ മതി. എനിക്ക് ആക്ച്വലി ത്രോട്ടിൽ ഇച്ചിരി ഇൻഫെക്ഷൻ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് നമ്മുടെ സൗണ്ടിൽ ഉണ്ടായിരിക്കും, നോക്കാട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതുപോലെയാണ്